പുലർച്ചെ 3 മണിയോടുകൂടിയാണ് നോർത്ത് പാലത്തിന് സമീപത്തുള്ള ഫർണിച്ചർ ഷോപ്പിൽ തീപിടുത്തം ഉണ്ടായത്. ഇപ്പോൾ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. ഏറ്റവും അവസാനത്തെ തീ അണക്കാനുള്ള ഏറ്റവും അവസാനത്തെ നടപടിയിലേക്ക് കടന്നിരിക്കുകയാണ് ഫയർഫോഴ്സ്. ഈ കാണുന്നതാണ് തീപിടുത്തമുണ്ടായ ഫർണിച്ചർ ഷോപ്പ്. സെക്കൻഡ് ഹാൻഡ് ഫർണിച്ചറുകൾ വിൽക്കുന്ന ഒരു കടയാണ്. പ്രത്യേകിച്ച് കമ്പ്യൂട്ടർ ടേബിളും ചെയറുകളും ഒക്കെ വിൽക്കുന്ന കടയാണ്. തീപിടുത്തത്തിന്റെ കാരണം ഇപ്പോഴും വ്യക്തമായിട്ടില്ല. പക്ഷേ ഒരു വലിയ പരിശ്രമം ഫയർഫോഴ്സിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി. അങ്ങനെയാണ് ഈ തീ നിയന്ത്രണ വിധേയമാക്കാനായത്. ഇതിന്റെ അകത്ത് പൂർണ്ണമായും ഈ വസ്തുക്കൾ കത്തി നശിച്ചിട്ടുണ്ട്. ഈ അകത്തേക്ക് കയറാനടക്കം വലിയ ബുദ്ധിമുട്ട് നേരിട്ടു എന്നാണ് ഫയർ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഈ കട നിൽക്കുന്നത് നോർത്ത് പാലത്തിന്റെ തൊട്ടടുത്ത്, നോർത്ത് പാലം കയറുന്നതിന് മുൻപിൽ റൈറ്റ് സൈഡിലാണ്, അതായത് നഗരത്തിന്റെ ഹൃദയഭാഗത്താണ്. ഇതിനോട് ചേർന്നൊരു പെട്രോൾ പമ്പ് ഉണ്ട്. തൊട്ടു പുറകിലായ ഒരു ഫ്ളാറ്റും ഒരു ലോഡ്ജും പ്രവർത്തിക്കുന്നുണ്ട്. അങ്ങോട്ടേക്കൊക്കെ ഫയർ അല്ലെങ്കിൽ തീ എത്താനുള്ള സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ ആദ്യം തന്നെ ഫയർഫോഴ്സ് ആ മേഖല കേന്ദ്രീകരിച്ചാണ് കൂടുതൽ കാര്യക്ഷമമായ പ്രവർത്തനം നടത്തിയത്. അങ്ങോട്ടേക്ക് തീ പടരാതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമം അവരുടെ ഭാഗത്തുനിന്ന് ആദ്യം മുതൽ തന്നെ ഉണ്ടായിരുന്നു. 7 യൂണിറ്റ് ഫയർഫോഴ്സ് ആണ് എത്തിയത്. ഗാന്ധിനഗർ യൂണിറ്റ് പുറമെ 7 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് ഈ തീ നിലവിൽ നിയന്ത്രണ വിധേയമാക്കിയിരിക്കുന്നത്. എന്താണ് തീപിടുത്തത്തിന് കാരണമെന്ന് ഇപ്പോഴും വ്യക്തമല്ല. നേരത്തെ താൽക്കാലികമായി ഈ മേഖലയിലുള്ള ഗതാഗതം വഴി തിരിച്ചുവിട്ടിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള ശ്രമമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഈ 7 യൂണിറ്റുകൾ എത്തിയാണ് ഈ ഫയർ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയത്. ഫയർ ഓഫീസർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. സാറേ, അണ്ടർ കൺട്രോളാണ്? പിന്നെ ഒരു റീഇഗ്നിഷൻ ഉണ്ട് ചെറിയതായിട്ട് ഒരു സൈഡിലായിട്ട്. അപ്പോൾ നമ്മൾ ഫോം ഉപയോഗിച്ചുകൊണ്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടി. പക്ഷേ BA-യുടെ കയറാൻ പറ്റുള്ളൂ. അതെന്താ സാർ രണ്ടാമത് തീ വരാൻ കാര്യം? അത് ആക്ച്വലി ഇത് പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് ഉണ്ട്, ഇതിന്റെ ചെയറിന്റെ പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അത് ഉരുകിയിട്ട് വീണ്ടും റീഇഗ്നിഷൻ സാധ്യതയുണ്ട്. എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ടോ കൂടുതൽ സ്ഥലങ്ങളിലേക്ക്? അങ്ങനെ പ്രതിസന്ധി അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ നമുക്കത് റീഇഗ്നിഷൻ വരുമ്പോൾ നമുക്കത് കൺട്രോൾ ചെയ്യാതെ പൂർണ്ണമായിട്ട് കൺട്രോൾ ചെയ്ത് ഇവിടുന്ന് പോകാൻ പറ്റുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ BA ഉപയോഗിച്ചുകൊണ്ട് ഇതിന്റെ സോഴ്സിൽ പോയിട്ട് നമ്മൾ ഫയർ ഫൈറ്റ് ചെയ്യും. എത്ര യൂണിറ്റ് വന്നിട്ടുണ്ടായിരുന്നു? 7 യൂണിറ്റ് ഉണ്ട് നിലവിൽ. സംഭവം ആകെ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല, അതൊന്നുമില്ല. അത് പേടിക്കാനുള്ള ഒരു സാഹചര്യം. ആദ്യം ഒരു വലിയ പ്രശ്നമാണ്, വലിയ ഫയർ, ഒരു പാനിക്കായിട്ട് ഉണ്ടായിരുന്നു. കാരണം സിലിണ്ടർ ഉണ്ടായിരുന്നു അകത്ത്, ഗ്യാസ് സിലിണ്ടർ ഉണ്ടായിരുന്നു. നമുക്ക് ഇതിന്റെ അകത്തേക്ക് എൻട്രി ഇല്ലായിരുന്നു. കാരണം ഫുള്ള് കവേഡ് അല്ലേ, GA ഷീറ്റ് കൊണ്ട് ഫുള്ള് കവേഡാണ്. അതുകൊണ്ട് നമുക്ക് എൻട്രി ഇല്ലാത്തതുകൊണ്ട് ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പൂർണ്ണമായിട്ട് കൺട്രോൾ ആയിട്ടുണ്ട്. കാരണമൊന്നും കണ്ടെത്താൻ ഇതുവരെ അത് അറിയിക്കാറായിട്ടില്ല. നമുക്ക് തൊട്ടടുത്തുള്ള വീടുകളിലുള്ള ആൾക്കാരെല്ലാം ഇവാക്യുവേറ്റ് ചെയ്തു. മറ്റ് കാഷ്വാലിറ്റികളൊന്നുമില്ല. അതാണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു. ഗാന്ധിനഗർ ഫയർ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥൻ രാജേഷാണ് സംസാരിച്ചത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ രക്ഷാപ്രവർത്തന നടപടികൾ പുരോഗമിച്ചത്. ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു പ്രശ്നം, ഇതിനകത്ത് പ്ലാസ്റ്റിക് വസ്തുക്കൾ ധാരാളമുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഈ പ്ലാസ്റ്റിക് ഉരുകി വീണ്ടും ചില ഭാഗങ്ങളിൽ തീ പടരുന്നുണ്ട്. അപ്പോൾ അത് പൂർണ്ണമായും അതിന്റെ സോഴ്സിലെത്തി ആ തീ അണയ്ക്കാനുള്ള ശ്രമത്തിലാണ് നിലവിൽ ഫയർ ഉദ്യോഗസ്ഥർ ഉള്ളത്. ഇതിന്റെ തൊട്ടിപ്പുറത്ത് ഈ കത്തിയ ബിൽഡിങ്ങിനോട് ചേർന്ന് ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പോഴും ആ പ്ലാസ്റ്റിക് ഉരുകി തീപിടിക്കുന്നത് ആ ദൃശ്യങ്ങളിൽ മനസ്സിലാകും. അത് കെടുത്താനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഫയർ ഉദ്യോഗസ്ഥർ ഉള്ളത്. അവരങ്ങോട്ടേക്ക് ഓക്സിജൻ മാസ്ക് എല്ലാം വെച്ച് അങ്ങോട്ടേക്ക് പോവുകയാണ്. അകത്തേക്ക് പോയി ഫയർ കെടുത്താൻ ആകും എന്ന പ്രതീക്ഷയാണ് അവർ പങ്കുവെക്കുന്നത്. അത് പക്ഷേ ആശങ്കപ്പെടുത്തുന്ന ഒരു ഫയർ അല്ല എന്നവർ പറയുന്നുണ്ട്. അത് ഈ പ്ലാസ്റ്റിക് ആയതുകൊണ്ടാണ് ഇത്തരത്തിൽ വീണ്ടും ഇങ്ങനെ ഉരുകി പിടിക്കുകയും അത് പിന്നീട് തീപിടുത്തം, നേരത്തെ ഇത് പൂർണ്ണമായും അണച്ചതാണ്. ഈ പ്രദേശത്ത് തീയുടെ ഇത്തരം ഈ ഓറഞ്ച് കളറൊന്നും ഉണ്ടായിരുന്നില്ല, പൂർണ്ണമായും അണച്ചതാണ്. പക്ഷേ ഇപ്പോൾ വീണ്ടും ഒരു അരമണിക്കൂറിന് ശേഷം എവിടെ നിന്നും ഒരു ഫയർ വന്നതാണ്. അത് അതിന്റെ സോഴ്സിൽ പോയി കെടുത്തുക എന്നുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഉള്ളത്. അതാണ് ആ ദൃശ്യങ്ങളിൽ കാണുന്നത്. അങ്ങോട്ടേക്ക് പോവുകയാണ് 2 ഫയർ ഉദ്യോഗസ്ഥർ ഓക്സിജൻ മാസ്ക് അടക്കം കൊണ്ട് അങ്ങോട്ടേക്ക് അവർ പോവുകയാണ്. പമ്പടക്കം വലിച്ചുകൊണ്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. അത് ആ സോഴ്സിൽ പോയി കിടത്തി കഴിഞ്ഞാൽ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ല. ഇതിനകത്ത് നേരത്തെ ഉണ്ടായിരുന്ന ഒരാശങ്ക ഈ സിലിണ്ടറുകളാണ്, ഗ്യാസ് സിലിണ്ടറുകൾ ഉണ്ടായി. പക്ഷേ അതിനകത്തേക്കൊന്നും തീ പടരുന്നതിന് മുൻപ് തന്നെ ഫയർഫോഴ്സ് വളരെ സമയോചിതമായി ഇടപെട്ടു. അതുകൊണ്ടാണ് മറ്റ് ആശങ്കകളൊന്നും ഉണ്ടാകാതിരുന്നത്. ഇതൊരു ടെറൈൻ അല്ലെങ്കിൽ ഈ കട നിൽക്കുന്ന ഒരു പ്രദേശം ഏറെ പ്രധാനപ്പെട്ടതാണ്. കൊച്ചി എറണാകുളത്തിന്റെ ഹൃദയഭാഗത്താണ്. നോർത്ത് പാലം കയറുന്നതിന് തൊട്ട് മുൻപ്, അതായത് ഈ എറണാകുളം ടൗൺ ഹാളിൽ നിന്നൊക്കെ ഒരു 100 മീറ്റർ പുറകിലായാണ് ഈ കട നിലനിൽക്കുന്നത്. ഏറെ നാളായി പ്രവർത്തിക്കുന്ന കടയാണ്. ഇതുവരെ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇന്ന് രാത്രി ഒരു 2:30 ഈ ഫയറിന്റെ വിവരം പുറത്തേക്ക് വരികയും 3 മണിയോടുകൂടി അത് അണയ്ക്കാനുള്ള ശ്രമങ്ങൾ, ഒരു 2:45 അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഏകദേശം 3 മണിക്കൂർ നീണ്ടു നിന്നു. അതായത് ഫയർ ഉണ്ടായി ഒരു 3 മണിക്കൂറോളം വലിയ അഗ്നിഗോളങ്ങൾ ഇവിടെ
ഇവിടെ ഉണ്ടായി. അത് ഒരു 3 മണിക്കൂറിന് ശേഷമാണ് നിയന്ത്രണ വിധേയമാക്കാനായത്. അതിപ്പോഴും നിയന്ത്രിച്ചെങ്കിൽ പോലും ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ അങ്ങിങ്ങായി ചിലയിടങ്ങളിലൊക്കെ ഫയർ വീണ്ടും വരുന്നുണ്ട്. അതൊരു ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് ഫയർ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. അത് ഈ പറയുന്നത് പോലെ പ്ലാസ്റ്റിക് ഇതിനകത്ത് ഒരു വലിയ ഘടകമായി നിൽക്കുന്നുണ്ട്. അത് ഉരുകിപ്പിടിക്കുന്നതിന് മൂലം ഉണ്ടാകുന്ന ഫയറാണെന്നാണ് അവർ പറയുന്നത്. അത് അവിടെ കെടുത്താൻ സാധിക്കും, മറ്റിടങ്ങളിലേക്ക് അത് പടരില്ല എന്നൊരു ആത്മവിശ്വാസം അവർ പങ്കുവെക്കുന്നുണ്ട്. ഇതിന്റെ തൊട്ടപ്പുറത്ത് ഈ തീപിടുത്തമുണ്ടായ കടയുടെ തൊട്ടപ്പുറത്ത് ഒരു ഹോട്ടൽ പോലെ അല്ലെങ്കിൽ ഒരു താമസ സൗകര്യം ഏർപ്പെടുത്തുന്ന ഒരു ഹോട്ടൽ പോലുള്ള സംവിധാനമുണ്ട്. അവിടെ നിന്ന് ആളുകളെ ആദ്യം തന്നെ മാറ്റിയിരുന്നു. ഇതിന്റെ കടയുടെ പുറകിലായ ഒരു വീടുണ്ടായിരുന്നു. അത് ആ വീടിന്റെ അങ്ങോട്ടേക്ക് അവിടെ നിന്ന് ആളുകളെ മാറ്റിയിട്ടുണ്ട്. ഈ പമ്പ് നിലവിൽ ഇതുവരെ തുറന്നിട്ടില്ല, പമ്പും അടച്ചിട്ടിരിക്കുകയാണ്. അങ്ങനെ സമഗ്ര മേഖലകളിലേക്കും തീ പടരാതിരിക്കാൻ വേണ്ടിയുള്ള മുൻകരുതലെല്ലാം എടുത്തുകൊണ്ടാണ് ഇതിനകത്തേക്ക് ഫയർ ഉദ്യോഗസ്ഥർ കയറിയത്. ഫയർ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് അവർ നേരിട്ടൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ഈ ബിൽഡിംഗ് ഈ തകര ഷീറ്റ് കൊണ്ടൊക്കെ അടിച്ച് മറച്ചു വെച്ചിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ്. അപ്പോൾ ഇതിനകത്തേക്ക് അവർക്ക് പൂർണ്ണമായും പ്രവേശിക്കാൻ ആദ്യഘട്ടത്തിൽ വലിയ ബുദ്ധിമുട്ടുണ്ടായി. പിന്നീട് ഈ വാതിൽ, ഫ്രണ്ടിലെ ഡോറ് അല്ലെങ്കിൽ അങ്ങനെ ആ വശമെല്ലാം തകർത്ത് അല്ലെങ്കിൽ അത് പൊളിച്ചാണ് ഇവരകത്തേക്ക് കയറിയത്. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അവർ ആ പ്രതിസന്ധി അവർ നേരിട്ടു എന്നാണ് വ്യക്തമാക്കുന്നത്. ആളപായമൊന്നുമില്ല, ആളുകൾ ആരും തന്നെ ഇവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് വലിയൊരു അപകടം ഒഴിവായി എന്ന് തന്നെ പറയാം. മറ്റിടങ്ങളിലേക്ക് തീ പടർന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ അത് വലിയ ബുദ്ധിമുട്ടായാനെ, വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചാണ്. തൊട്ടടുത്ത് ഈ ഹോട്ടലൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അതിനകത്തൊക്കെ ഇഷ്ടംപോലെ ആളുകൾ ഉണ്ടായിരുന്നു. അവരെയൊക്കെ ഫയർ ഉണ്ടായ ഘട്ടത്തിൽ തന്നെ ഫയർഫോഴ്സ് എത്തി ഇവിടെ നിന്ന് മാറ്റി മറ്റു സ്ഥലങ്ങളിലേക്ക് മാറ്റി ഇത് അടപ്പിക്കുന്ന സാഹചര്യം ആണ് നിലവിൽ ഉണ്ടായത്. ഇതിന്റെ നടപടിക്രമങ്ങളൊക്കെ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഏകദേശം ഒരു 4ാമത്തെ മണിക്കൂറിലേക്ക് അല്ലെങ്കിൽ ഒരു 3ാമത്തെ മണിക്കൂറിലേക്ക് പൂർണ്ണമായും ഈ ഫയറിന്റെ റെസ്ക്യൂ ഓപ്പറേഷൻ നടക്കുകയാണ്. അത് അവസാന ഘട്ടത്തിലേക്ക് എത്തുന്ന സാഹചര്യത്തിലാണ് വീണ്ടും ഒരു ഫയർ കാണുകയും അവിടെ നിന്ന് വീണ്ടും അങ്ങോട്ട് ആ ഫയർ കിടത്താനുള്ള ശ്രമത്തിൽ ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഉള്ളതും. ഗാന്ധിനഗറിൽ നിന്ന് 2 യൂണിറ്റും അതിന് പുറമെ മട്ടാഞ്ചേരി അടക്കമുള്ള പ്രദേശത്ത് നിന്ന് ക്ലബ് റോഡ് അടക്കമുള്ള ഇടങ്ങളിൽ ഏലൂര് പോലുള്ള മേഖലകളിൽ നിന്നൊക്കെ ഫയർഫോഴ്സ് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ കൂടുതൽ ഫയർ ഉദ്യോഗസ്ഥർ, അതായത് നേരത്തെ ഇപ്പോൾ കണ്ട ആ തീ പടരുന്ന മേഖലയിലേക്ക് ആദ്യം 3 ഉദ്യോഗസ്ഥരാണ് പോയത്. ഇപ്പോൾ കൂടുതൽ ഉദ്യോഗസ്ഥർ, കൂടുതൽ പമ്പുകൾ അങ്ങോട്ടേക്ക് എത്തിച്ച് അത് തീ കെടുത്താനുള്ള ശ്രമത്തിലാണ് നിലവിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഉള്ളത്. അവരത് വളരെ കൃത്യമായി തന്നെ ചെയ്യുന്നുണ്ട്. പ്ലാസ്റ്റിക്കിന്റെ ഒരു പ്രശ്നമാണ് അവർ പറയുന്നത്. പ്രത്യേകിച്ച് ഈ ഫോം അടിച്ച്, അതായത് അതിന്റെ അവസാന വട്ടത്തിലേക്ക് സാധാരണഗതിയിൽ ഒരു ഫയർ ഉണ്ടായാൽ ആദ്യം വെള്ളം പമ്പ് ചെയ്യുകയും തീ നിയന്ത്രണ വിധേയമാക്കുകയും പിന്നീട് അത് കൂൾ ചെയ്യുന്നതിന് ഫോം ഉപയോഗിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഈ ഫോം ഉപയോഗിക്കുന്ന പ്രോസസ്സ് ഇവിടെ പുരോഗമിക്കുന്നതിന് ഇടയിലാണ് ഇപ്പോൾ വീണ്ടും ഇവിടെ ഈ ഫയർ സംഭവിച്ചിരിക്കുന്നത്. അത് കിടത്തിക്കഴിഞ്ഞാൽ അവിടെയും ഫോം അടിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഇത് പൂർണ്ണ നിയന്ത്രണത്തിലായി എന്ന്, അതായത് കംപ്ലീറ്റ്ലി നിയന്ത്രണത്തിലായി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാനാകും. നേരത്തെ നമ്മൾ ഇവിടെ വരുന്ന ഘട്ടത്തിൽ ഇവിടെ ഉണ്ടായിരുന്ന ഈ ഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ദൃശ്യങ്ങൾ നമ്മൾ രാവിലെ നൽകിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ മനസ്സിലാവും എത്രത്തോളം ഭയാനകമാണ്, ഭീതിജനകമായിരുന്നു എന്നൊക്കെ. പക്ഷേ നിലവിൽ ആ സാഹചര്യമൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഈ കടയുടെ ഒരു സൈഡിൽ ഒരു ചെറിയൊരു ഡോറുണ്ട്. ആ ഡോറിൻ്റെ അകത്ത് മാത്രമാണ് ഈ ഫയർ ഉണ്ടാകുന്നത്. അത് പ്രത്യേകിച്ച് പ്ലാസ്റ്റിക്കിനൊപ്പം തന്നെ ഈ കുഷ്യൻ പോലുള്ള മെറ്റീരിയലൊക്കെ ഈ കടയിലുണ്ട്, ഈ കസേരകളുടെ. അതിന് തീപിടിക്കുന്നതും ഒരു വലിയ പ്രതിസന്ധിയാകും. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ കെടുത്തിയ സ്ഥലത്ത് തന്നെ വീണ്ടും തീ ഉയരാനുള്ളൊരു കാരണം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിക്കേണ്ട സാഹചര്യം നിലവിലില്ല. 7 യൂണിറ്റുകൾ ഇവിടെ ഇപ്പോൾ തന്നെ ഉണ്ട്. അപ്പോൾ ആ 7 യൂണിറ്റുകൾ വെച്ച് തന്നെ തീ പൂർണ്ണമായും കെടുത്താനുള്ള ഒരു ശ്രമത്തിലാണ്. അല്പസമയം മുമ്പ് നമ്മൾ വ്യക്തമാക്കിയതാണ് തീ പൂർണ്ണമായും അണച്ചു എന്ന്. പക്ഷേ അതിനിടയിലാണ് ഇപ്പോൾ ഈ വീണ്ടും ഒരു സൈഡിൽ ഇത്തരം തീ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് കെടുത്താനുള്ള ഒരു ശ്രമം പുരോഗമിക്കുകയാണ്. കൂടുതൽ ഫയർ ഉദ്യോഗസ്ഥർ അകത്തേക്ക് പോകുകയാണ്. നേരത്തെ ആദ്യഘട്ടത്തിൽ ഒരു 3-4 പേർ പോയിരുന്നെങ്കിൽ ഇപ്പോൾ അത് കൂടുതൽ ആളുകൾ അകത്തേക്ക് പോവുകയാണ്. അകത്തേക്ക് പോയി ആ സോഴ്സിൽ പോയി ആ ഫയർ കെടുത്തുക എന്ന ലക്ഷ്യത്തിലാണ് നിലവിൽ ഫയർ ഉദ്യോഗസ്ഥർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പക്ഷേ സമീപകാലത്ത് കൊച്ചി നഗരത്തിലുണ്ടായ ഏറ്റവും വലിയൊരു തീപിടുത്തം എന്നതിനെ വിശേഷിപ്പിക്കാം. ഒരു 5 മാസം മുമ്പാണ് സൗത്ത് റെയിൽവേ സ്റ്റേഷന് സമീപത്ത് ഒരു ആക്രിക്കടക്ക് തീപിടിച്ചത്. അതും വലിയ ആശങ്കകൾ ഉണ്ടാക്കിയ ഒരു തീപിടുത്തമാണ്. അതിനുശേഷം കാര്യമായ പ്രശ്നങ്ങളൊന്നും ഫയറുമായി ബന്ധപ്പെട്ട് കൊച്ചി നഗരത്തിലുണ്ടായിരുന്നില്ല. അതിപ്പോഴാണ് ഈ കസേര സെക്കൻഡ് ഹാൻഡ് ഫർണിച്ചർ വിൽക്കുന്ന ഈ കടയിലെ തീപിടുത്തമാണ് ഇപ്പോൾ രൂപപ്പെടുകയും ആശങ്കപ്പെടുത്തുന്ന തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോകുകയും ഒക്കെ ചെയ്തത്. പക്ഷേ അത് നിയന്ത്രണ വിധേയമാക്കാൻ, അണ്ടർ കൺട്രോൾഡാക്കാൻ ഒക്കെ ആളുകൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഈ ഏറ്റവും അവസാനവട്ട
ശ്രമം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ തീപിടുത്തത്തിന്റെ കാരണം അതിലൊക്കെ വിശദമായ റിപ്പോർട്ട് എന്തായാലും ഫയർഫോഴ്സിന്റെ ഭാഗത്തും കോർപ്പറേഷൻ അധികൃതരുടെ ഭാഗത്തുനിന്നുമൊക്കെ ഉണ്ടാകും. ഈ കട ഏറെ നാളായി ഇവിടെ പ്രവർത്തിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ഒരു കടയാണ്. ധാരാളം ആളുകൾ ഈ കടയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ രാത്രിയായ സാഹചര്യത്തിൽ തന്നെ കടയിൽക്കകത്ത് ആളുകൾ ആരും ഉണ്ടായിരുന്നില്ല. അത് ആശ്വാസകരമായ ഒരു കാര്യമാണ്. അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് കാര്യങ്ങളൊക്കെ പോയാനെ. നിലവിൽ അങ്ങനെ അത്തരം ആശങ്കകളിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നതിന് മുൻപ് തന്നെ ഇടപെടാൻ ഫയർഫോഴ്സിന് ആയിട്ടുണ്ട്. പമ്പുകൾ മാറ്റി മാറ്റി ഉപയോഗിക്കുകയാണ്. അത് ഒരു ചെറിയ ഭാഗത്ത് മാത്രമാണ്, ഇപ്പോൾ ഈ കാണുന്ന ഈ ചെറിയ ഭാഗത്ത് മാത്രമാണ് തീ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് കാരണം എന്ത് എന്ന് ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. നേരത്തെ നമ്മൾ ഫയർ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയത് പ്ലാസ്റ്റിക് ഉപകരണം വളരെ കൂടുതലാണ് ഇതിനകത്തുള്ളത്. പ്ലാസ്റ്റിക്കിൻ്റെ വസ്തുക്കൾ കൂടുതലുണ്ട്. അതിങ്ങനെ ഉരുകി മറ്റിടങ്ങളിലേക്ക് പിടിക്കുന്നതാണ് ഫയറിനുള്ള കാര്യം. പ്രത്യേകിച്ച് ഈ കുഷ്യൻ പോലുള്ള മെറ്റീരിയലിലേക്ക് പ്ലാസ്റ്റിക് ഉരുകി പിടിച്ചുണ്ടാകുന്ന ഒരു ഫയറാണ് എന്നുള്ളതാണ് പ്രാഥമികമായി നമ്മൾ വിലയിരുത്തുന്നത്. അത് നിയന്ത്രിക്കാനുള്ള ശ്രമം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഏറെക്കുറെ ഒരു 70 അല്ലെങ്കിൽ ഒരു 80% തീ പൂർണ്ണമായും അണച്ചിട്ടുണ്ട്. 100% അവർ അണച്ചതാണ്. പക്ഷേ അതിനിടയിലാണ് ഏറ്റവും അവസാനം ഇവിടെ നിന്ന് ഇപ്പോൾ വീണ്ടും ഒരു ഫയർ വന്ന് അത് ഒരു ചെറിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. അത് കെടുത്താനുള്ള ശ്രമത്തിലാണ് നിലവിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഉള്ളത്. അത് എത്രയും പെട്ടെന്ന് തന്നെ പറ്റുമെന്നാണ് തോന്നുന്നത്. ഏകദേശം ഒരു 15 മിനിറ്റായി ഇപ്പോൾ ഈ ഫയർ ഉയരാൻ തുടങ്ങിയിട്ട്. അത് കെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളുമൊക്കെ പുരോഗമിക്കുകയാണ്. രാവിലെ അതായത് ഒരു 2 മണിയോടുകൂടി സുരേഷാണ് എറണാകുളം നോർത്ത് പാലത്തിന് സമീപത്തുള്ള തീപിടുത്തവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. നോർത്ത് പാലത്തിന് സമീപമാണ് വലിയ തീപിടുത്തമുണ്ടായത്. ഫർണിച്ചർ കടയ്ക്കാണ് തീപിടിച്ചത്. 2.5 മണിക്കൂറിന് ശേഷം തീ പൂർണ്ണമായും അണയ്ക്കാൻ സാധിച്ചു. എന്നാൽ അതിനുശേഷമാണ് മറ്റൊരു ഭാഗത്തു നിന്ന് തീ ഉയർന്നതും ഇപ്പോൾ ആ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കൊച്ചിയിൽ സമീപകാലത്തുണ്ടായ ഏറ്റവും വലിയ തീപിടുത്തങ്ങളിൽ ഒന്നാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പാണ് റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ആക്രിക്കടയ്ക്ക് തീപിടിച്ചത്. ഇപ്പോൾ ഫർണിച്ചർ കടയിലാണ് ഈ തീപിടുത്തമുണ്ടായത്. ഫർണിച്ചർ കടയിൽ തീ വേഗം ആളുന്ന നിരവധി സാധനങ്ങളുള്ള കടയാണ്. വിവരങ്ങളുമായി വിഷ്ണു സുരേഷ് വീണ്ടും ചേരുകയാണ്. വിഷ്ണു, ഈ തീപിടുത്തം അത് അണയ്ക്കാൻ സാധിച്ചു, എന്നാൽ മറ്റൊരു ഭാഗത്തു നിന്നും തീ ഉയരുന്നു. ആ ദൃശ്യങ്ങളിൽ തീ അല്പം ആശങ്കാജനകമായാണ് തീപിടിക്കുന്നത് നമുക്ക് മനസ്സിലാകുന്നു. ഇതിന്റെ ഒരു ഉറവിടം കണ്ടെത്തി ആ തീ അണയ്ക്കുക എന്നതാണോ ഇപ്പോഴത്തെ ഒരു ശ്രമം? ഉറവിടം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് നിലവിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഉള്ളത്. എന്തായാലും ആ തീ പെട്ടെന്ന് തന്നെ നിയന്ത്രണവിധേയമാക്കാനാകും എന്നൊരു പ്രതീക്ഷ അവർ പങ്കുവെക്കുന്നുണ്ട്. കാരണം ഇതിൻ്റെ അപ്പുറത്തെ ഫയറായിരുന്നു ഇവിടെ രാവിലെ മുതൽ ഉണ്ടായിരുന്നത്. വലിയ തീയായിരുന്നു. നമ്മൾ ഈ കാണുന്നതിൻ്റെയൊക്കെ ഒരു 5 ഇരട്ടി വലിപ്പമുള്ള തീഗോളങ്ങളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അതിനിടയിലാണ് അത് പൂർണ്ണമായും ഏകദേശം മണിക്കൂറുകൾ നീണ്ട പ്രയത്നത്തിനൊടുവിൽ അത് നിയന്ത്രിക്കാൻ അവർക്ക് സാധിച്ചിരുന്നു. അത് ഏറെക്കുറെ അത് ബാക്കി കൂടി അണക്കാൻ പറ്റും എന്നുള്ളതാണ്. ബാക്കി കൂടി പൂർണ്ണമായും തീ അണക്കാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയാണ് അവർ പങ്കുവെക്കുന്നത്. ഈ കാണുന്ന ഈ സൈഡിൽ കാണുന്ന ഈ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു വിഷ്ണു സുരേഷ്. തീപിടുത്തം നോർത്ത് പാലത്തിന് സമീപമാണ് സംഭവിച്ചത്. രണ്ടാമത് ഉണ്ടായ തീപിടുത്തം, അതായത് ആദ്യം തീ അണയ്ക്കാൻ സാധിച്ചു, അതിനുശേഷം രണ്ടാമത് മറ്റൊരു ഭാഗത്ത് നിന്ന് തീ ഉയരാൻ തുടങ്ങി. ഇത് എവിടെ നിന്നാണ് ഇതിന്റെ ഉറവിടം എന്ന് കണ്ടെത്തി ആ തീ അണയ്ക്കുക എന്നതാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ അതിനായുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആശങ്കപ്പെടേണ്ട കാര്യമില്ല. എത്രയും വേഗം തന്നെ ഈ തീ അണയ്ക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയാണ് കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് പങ്കുവെക്കുന്നത്. വിഷ്ണു, കൂടുതൽ ഫയർഫോഴ്സ് അവിടെ ആവശ്യമുണ്ടോ? എന്താണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ? എത്ര സമയത്തിനകം ഈ തീ പൂർണ്ണമായും അണയ്ക്കാൻ സാധിക്കും? വിഷ്ണു ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, ഇനി എത്ര സമയം കൊണ്ട് ഈ തീ അണയ്ക്കാൻ സാധിക്കും? അത് വ്യക്തമല്ല. എന്നാലും എത്ര സമയം എന്നുള്ളത് പറയുക വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം രാവിലെ മുതൽ 2 മണി മുതൽ ആരംഭിച്ച പ്രോസസ്സാണ്. അതിപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തി തീ പൂർണ്ണമായും കെടുത്തി എന്ന് നമ്മൾ തന്നെ ദൃശ്യങ്ങളിലൊക്കെ നേരിട്ടൊക്കെ കണ്ടതാണ്. പക്ഷെ അതിനിടയിലാണ് ഈ തൊട്ട് സൈഡിലത്തെ ഭാഗത്ത് നിന്ന് തീ വീണ്ടും ഉയർന്നത്. അത് കെടുത്താനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഫയർഫോഴ്സ് ഉള്ളത്. അവർ ബാക്കി നടപടികളൊക്കെ പൂർത്തിയാക്കി ഫോം അടിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇവിടെ ആളുകളൊക്കെ ഉണ്ട്. നമ്മൾ അദ്ദേഹത്തോട് ചോദിക്കാം. കയറാനുള്ള വഴിയുണ്ട്, അങ്ങനെ ഡോറ് തുറന്ന് വന്നതായിരിക്കും. കാര്യങ്ങൾ പരിശോധിക്കണമെന്നാണ്. അത് നോക്കണം, എന്താണെന്നറിയില്ല.
ഷോർട്ട് സർക്യൂട്ടിന് വഴി എനിക്കറിയില്ല. ഞാൻ ആ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇന്നലെ 10:30 മണിക്കാണ് ഇവിടുന്ന് കട അടച്ച് പോകുന്നത്. അത് ഒരുപാട് ഉണ്ടായിരുന്നു. വലിയ നഷ്ടം സംഭവിച്ചിട്ടുണ്ടല്ലേ? ആ, എത്ര നാളായി പ്രവർത്തിക്കുന്നത്? ഞാൻ 9 വർഷമായി. എത്ര നഷ്ടം ഉണ്ടാവും? ചേട്ടൻ എത്ര മണിയോടുകൂടി അറിയുന്നത്? ഞാനൊരു 3:15 എനിക്ക് കോൾ വന്നിട്ടാണ് ഞാൻ ചേട്ടനാണ് ഏറ്റവും അവസാനം ഇവിടെ പോയത്, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നു? ഞാൻ 10:30 ഞാൻ കട അടച്ച് ഇന്നലെ തുറക്കാറുണ്ടായില്ല. അപ്പം ഞാനത് ഒരു 9 മണിക്ക് വന്ന് എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു. വന്നു കഴിഞ്ഞ് 10:30 മണിക്ക് ഞാൻ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് കട അടച്ച് പോവുകയാണ്. മോഷണ ശ്രമം ഇവിടെ ഇടയ്ക്ക് ഇങ്ങനെ വരും. ഈ ആക്രി പറക്കണ ആൾക്കാരും ഒക്കെ വരും. എനിക്ക് അതാണ് ബലമായ സംശയം. അവർ തന്നെ ബാക്കിൽ കൂടെ കയറിയിട്ട് വല്ല മേശ തപ്പാൻ ലൈറ്ററൊക്കെ ഉപയോഗിച്ചായിരിക്കണം. അല്ലാതെ ഷോർട്ട് സർക്യൂട്ടിനുള്ള സാധ്യതയില്ല. കാരണം അത് ഞാൻ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിട്ടാണ് പോകുന്നത്. ലൈസൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൃത്യമുള്ളതാണ്. എല്ലാം ഉള്ളതാണ്. പേര്? എൻ്റെ പേര് ഹാരിസ്. ഈ കടയുടെ ഉടമയാണ് പ്രതികരിച്ചത്. ഹാരിസ് എന്നാണ് പേര്. അദ്ദേഹം ഇന്നലെ 10 മണിയോടുകൂടി ഈ ഷോപ്പിലെത്തി. ഈ ഷോപ്പിന്റെ മെയിൻ ഏതായാലും തീ ഇപ്പോൾ നിയന്ത്രണ വിധേയമായിരിക്കുകയാണ്. വിഷ്ണുവിലേക്ക് എത്താം.